Welcome to Shahi Effect. സ്ത്രീകളാണ് നയിക്കുന്നത്. സ്ത്രീകളാണ് നയിക്കേണ്ടത്. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കും. നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒരു ചോദ്യമുണ്ട്. ഇത് തടയാൻ ഫെമിനിസ്റ്റുകളൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു. ചില ആൾക്കാർ സാമൂഹിക മാധ്യമങ്ങളിൽ ചില ഫെമിനിസ്റ്റുകൾ ഇത് തടയാൻ വരും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പോലീസ് സഹോദരങ്ങൾ എടുത്തുകൊണ്ട് പോയതുപോലെ ഈ കട്ടൗട്ടൊക്കെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ വെല്ലുവിളി വിളിച്ചിരുന്നു. പണ്ടത്തെ മമ്മൂട്ടി സാറിനെ പറയുന്നത് കഴിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരെ ആരെങ്കിലും തടയാനുണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ട് തുടങ്ങുക. ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും അതിനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഫെമിനിസ്റ്റുകൾ വരാത്തതുകൊണ്ട് അവർക്കെല്ലാം ഒരു കയ്യടി കൊടുക്കാം. തീർച്ചയായും എല്ലാവരും ഒരു കയ്യടി, നല്ല കയ്യടി. അത് ഈ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ഈ തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് അവരുടെ മനസ്സ് മാറിയാണെന്ന് ഞങ്ങളെങ്ങനെ വിശ്വസിക്കുകയാണ്? അല്ലെന്ന് നമുക്കറിയാം. അവരുടെ മനസ്സ് മാറി എന്ന് നമ്മളങ്ങനെ വിശ്വസിക്കുകയാണ്. ഇന്ന് ഇതിനെ എതിർക്കാത്ത പോലീസ് സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ പോലീസിലെ എല്ലാ സാറുമാർക്കും നന്ദി പറയുന്നു. എന്നാൽ ഇതെല്ലാം സമ്മതിച്ചാണ്. ഇല്ലെങ്കിൽ ഞാൻ വേറൊരു നമുക്ക് എപ്പോഴും ഒരു മനസ്സിൽ വേറൊരു പ്ലാൻ വേണമല്ലോ. ഞാൻ വേറെ ഗാന്ധിജിയെ എടുത്തോണ്ട് പോവുകയാണെങ്കിൽ വേറൊരു ഇനി ഗാന്ധിജിയുടെ ഈ കട്ടൗട്ട് പോലീസുകാർ എടുത്തോണ്ട് പോവുകയാണെങ്കിൽ കയ്യിൽ വേറൊരു കാര്യം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ഫെമിനിസ്റ്റ് സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ തയ്യാറായി തന്നെയാണ്. ഞങ്ങൾ 100% തയ്യാറായി തന്നെയാണ്. അതിശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകും. അപ്പോൾ മാഡം ഇത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ ആ പാല് ഒഴിക്കാൻ കരുതുന്നത്. സ്ത്രീകൾക്കെതിരായിട്ട് സംഘടനയൊന്നും അല്ല കേട്ടോ. സ്ത്രീകളും പുരുഷന്മാരും കൃത്യമായിട്ട് ഞങ്ങളത് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾ എന്തുകൊണ്ടാണ് പ്രിയങ്ക മാഡത്തോട് തന്നെ ചോദിക്കുകയും നാളെ കോഴിക്കോട് സമാനമായ ഒരു കുട്ടികൾ ജയിലിൽ വരാൻ പറയാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യാജ കേസുകളിൽ സ്ത്രീകളും പെട്ടുപോകാൻ, അതായത് പുരുഷൻ, സഹോദരൻ, അച്ഛൻ, മകനൊക്കെ വ്യാജ കേസുകൾ പെടുമ്പോൾ ഏറ്റവും വേദന അനുഭവിക്കുന്നത് വീട്ടിലിരിക്കുന്ന അമ്മയാണ്, വീട്ടിലിരിക്കുന്ന ഭാര്യയാണ്, വീട്ടിലിരിക്കുന്ന പെങ്ങളാണ്, വീട്ടിലിരിക്കുന്ന മകളാണ്. അതുകൊണ്ട് എല്ലാ പുരുഷന്മാർക്കും വേണ്ടി അവരെല്ലാം പ്രതിനിധിയായിട്ടാണ് ഞാനും മുൻനിൽക്കുന്നത്. കാരണം സ്ത്രീ പുരുഷനായാലും ഭാര്യ സ്ത്രീയാണ്, മക്കള്. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ നമ്മൾ സ്ത്രീ വിരോധിയായിട്ടൊന്നും അല്ലാതെ വന്നിട്ടില്ല. മാത്രമല്ല ഇന്നലെ ഒരുപാട് പേര് പറഞ്ഞ കമന്റ് ഞങ്ങളെക്കാൾ എല്ലാം നന്നായി പേരുകളോടെ കുറിച്ചടച്ചു. അതായത് ഞങ്ങൾ പലപ്പോഴും ടെക്നിക്കാലിറ്റിയും സാങ്കേതികത്വവും നിയമവും ഒക്കെ പറയുമ്പോൾ 5 ഡയലോഗ് ഞാൻ സാധാരണ സ്ത്രീയാണ്. മനുഷ്യന്റെ മനസ്സറിയുന്ന സാധാരണക്കാരുടെ സ്ത്രീയാണ്. അല്ലാതെ എനിക്ക് വേറെ കഴിവില്ല. ഇങ്ങനത്തെ മനസ്സിലുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രം. അപ്പോൾ നമ്മൾ ഈ പരിപാടി എന്തുകൊണ്ടാണെന്നും കൂടെ ഈ പാലഭിഷേകത്തിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഇന്നലെ പ്രിയങ്കാമൻ പറഞ്ഞതാണ്, നമ്മൾ ദൈവങ്ങളെയോ ആദരവോടെ കൂടി കാണുമ്പോഴോ സ്നേഹം കാണുമ്പോഴാണ് പാലഭിഷേകവും പുഷ്പാഭിഷേകവും ഒക്കെ ഉണ്ടാകുന്നത്.
കഴിഞ്ഞ തവണ ഒരു ജഡ്ജി ബഷീർ സാറിന്റെ കട്ടൗട്ടിൽ നമുക്ക് പാലഭിഷേകം നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സമ്മതിച്ചില്ല. അപ്പോ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ നാടിന്റെ ആത്മാവായ, ഈ നാടിന്റെ ലോകത്തിന്റെ പ്രകാശമായ, ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിപുരുഷനായ മഹാത്മാഗാന്ധിയുടെ കട്ടൗട്ടിൽ ഇനി അതിൽ ഒരു കാര്യം കൂടി വലിയ മഹാത്മാഗാന്ധിയുടെ കട്ടൗട്ടിൽ ഒഴിക്കുന്നതിന് മഹാത്മാഗാന്ധിയും നമ്മുടെ രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു. നമുക്ക് വേണ്ടി പോരാടി ജയിച്ച ആ പുരുഷൻ അല്ലെങ്കിൽ ആ അച്ഛൻ, ആ സഹോദരൻ മകന് വേണ്ടി ഈ എന്താ പറയുന്നത് സ്ത്രീ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ, അതിനെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാവരും കാര്യമായി എല്ലാവരും തീർച്ചയായിട്ടും അത് ചെയ്യണം. എല്ലാവരും ചെയ്യണം. ഇതില് കക്ഷി രാഷ്ട്രീയം, അങ്ങനെ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല. എല്ലാ പാർട്ടിക്കാരെയും കാണും. എല്ലാ പാർട്ടിക്കാരെയും വ്യക്തിപരമായി പോയി കാണുകയും അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യും. സ്പീക്കർ ശ്രീ ഷംസീറിന്റെ ഒരു നിലപാട് അദ്ദേഹം അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാര്യം അദ്ദേഹത്തിന് ഒഫീഷ്യലി ലെറ്റർ കൊടുത്തു. നമ്മളോട് പറയണ്ട, MLA എൽദോസ് ഔദ്യോഗികമായി തന്നെ അപ്പൊ ഇത്രയും എഫേർട്ട് ശ്രീ എൽദോസ് എടുത്തു, ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു. അതായത് ഇനി ഒരു കാര്യം ഇത് ആ ബില്ലിന്റെ ഒരു ഡ്രാഫ്റ്റ് കാര്യമാണ്. ആ ബില്ലിന്റെ ഡ്രാഫ്റ്റ് കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ, ഇതൊരു തമാശയല്ല, ഇതൊരു കുട്ടിക്കളിയല്ല, ഇതൊരു നിയമമാണ്. ആ നിയമം കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടി പെർമിഷൻ വേണ്ടി കൊടുത്തതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവിധ പിന്തുണയും നൽകണം. ആ നിയമസഭയിലെ ബില്ലിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഏറ്റവും ആദരവോടുകൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഒരു നിലപാട് കൂടി പറയണം. നേരത്തെ കൊണ്ടല്ല, അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി, സ്ത്രീകൾക്കെതിരെ വാക്കോ നോക്കോ കൊണ്ട് മോശം കാണിക്കരുതെന്നൊക്കെ. തീർച്ചയായിട്ടും സ്ത്രീകൾക്കെതിരെ വാക്കോ നോക്കോ കൊണ്ട് മോശമാകരുത്. പുരുഷന്മാർക്കും അവകാശങ്ങളില്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആദരണീയനായ സ്പീക്കറും കൂടി ഈ വിഷയങ്ങളിൽ ഒരു നിലപാട് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയങ്ക മാഡം കൂടെ എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്താൽ. നമ്മള് ഇപ്പൊ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയുന്നത്. സാധാരണ സ്ത്രീകളുടെയും ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാൻ വേദികൾ സ്ത്രീകൾക്കുണ്ട്. പക്ഷെ പുരുഷന്മാർക്ക് തുറന്നു പറയാൻ പറ്റിയ ഒരു വേദിയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. എല്ലാവരും താമസിച്ചാലും നിങ്ങളെല്ലാവരും കൂടെ എന്നുള്ളൊരു ഉറപ്പോടുകൂടി നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ വരുന്നത് തന്നെ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. അത് തുറന്നു പറയാനുള്ള ഒരു വേദി കിട്ടുക അതിന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിന്ന് തുടക്കം ഇതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് രാഹുൽ എന്തായാലും ഇത്രയും നല്ലൊരു മനസ്സോടുകൂടി മുന്നോട്ട് വന്ന രാഹുൽ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാം. പ്രിയങ്ക മാഡം, എനിക്ക് വൈദ്യകുമാർ സാറൊക്കെ പറഞ്ഞു, പ്രിയങ്ക മാഡം ആദ്യം പറഞ്ഞത് വിമർശനമാണ്. നിങ്ങൾ താമസിച്ചു പോയി, നേരത്തെ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് കാര്യം. അങ്ങനെ ഒരുപാട് പേര് പെട്ടിട്ടില്ലേ മാധ്യമങ്ങളിൽ തന്നെ? എത്രയോ വ്യാജ കേസുകൾ രംഗക്കാർക്കെതിരെയല്ല, നിങ്ങൾക്കെതിരെ വ്യാജ കേസ് വന്നിട്ടില്ലേ? ഞാൻ പറയണത് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ പ്രമുഖമായ 4-5 മാധ്യമങ്ങൾ എടുത്തു നോക്കൂ. രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കെതിരെ പോക്സോ കേസടക്കം വ്യാജമായി വന്നിട്ടില്ലേ? ഒരു പ്രമുഖ ചാനലിന്റെ എന്താ പറയുക എഡിറ്റർ സ്ത്രീയായ വ്യക്തിക്കെതിരെ അവരെ വ്യാജ പോക്സോ ഇല്ലേ? എന്താണ്? ഈസിയാണ്. ആരുടെയും തലയിൽ ഈ കരിനിയമങ്ങൾ ഉപയോഗിച്ച് കുതിര കയറാം. അതുകൊണ്ട് മഹാത്മാഗാന്ധി നയിക്കുന്ന പാതയിൽ, സമാധാനത്തിന്റെ പാതയിൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാതയിൽ ഈ കരിനിയമങ്ങൾക്കെതിരെ അതിശക്തമായൊരു നിലപാട് വേണം, നയം വേണം. അത് നാളെ ഈ ഒരു കാര്യം ഞാൻ ഇല്ലാണ്ട് പറയല്ല, എന്തുകൊണ്ടാണെന്ന് പറയും. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറയും വീട്ടിൽ പെൺമക്കളായതുകൊണ്ട് അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് പേടിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് 2 ആൺമക്കളാണ്, എനിക്ക് പേടിയാണ്. കാര്യം ഏതെങ്കിലും രീതിയിൽ നാളെ ഈ അവസ്ഥ അവർക്ക് വരികയാണെങ്കിലേ നമ്മളൊക്കെ തകർന്നു പോകും. ഫൈറ്റ് ചെയ്യാൻ നമുക്ക് സ്പേസ് ഉണ്ടാവില്ല. ഏതെങ്കിലും രീതിയിൽ അവരുടെ സ്കൂളിലെ പ്രശ്നമായിരിക്കും, അവർ കേസ് കൊടുക്കും. ഇനി ഒരു കാര്യം കൂടെ വളരെ പ്രധാനമായി പറയാം. ഇന്നത്തെ വാർത്ത നിങ്ങൾ കണ്ടോന്നറിയില്ല. ഇന്നത്തെ വാർത്ത സ്ത്രീയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു. എന്നിട്ട് ഇന്ന് രാവിലെ വന്ന വാർത്ത എല്ലാ പ്രമുഖ ചാനലുകളും മിനിഞ്ഞാന്നുണ്ട്. ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ പുതിയ ഒരാൾ ഇന്ന് രാവിലെ പീറ്റർ എന്തോ പറഞ്ഞു. ഇന്ന് രാവിലെ പുള്ളി പറയാണ്, അച്ഛാ ക്ഷമിക്കണം, ഡിയർ ഫാദർ ഐ ആം സോറി, എനിക്ക് ഈ പീഡനം സഹിക്കാൻ വയ്യ. 20 ലക്ഷം രൂപ, അയാൾ പാവപ്പെട്ടവനാണ്, 20 ലക്ഷം രൂപ അയാളോട് അവർ ചോദിച്ചു. ഇതൊക്കെ നമ്മൾ പറയണല്ലോ, ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണ്. അതായത് ഈ ലോകത്തുനിന്ന് വിട്ടു പറഞ്ഞ് എനിക്ക് പറ്റില്ല അച്ഛാ എന്ന് പേടിയോടെ പറയുകയാണ്.
നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മകന് ആ ഗതി വരാതിരിക്കണം. നമ്മുടെ മകൾക്ക് ഒരു കാരണവശാലും വരരുത്. നമ്മുടെ മകന് അതേപോലെ ഗതി വരാൻ, ഞാൻ അതാണ് രാവിലെ വായിച്ചോളൂ. ഇത് ഈ സീരിയസ്നെസ് മനസ്സിലാക്കണം. ഒരു അച്ഛനായിട്ട് പറയുകയാണ്, 2 ആൺമക്കളുടെ അച്ഛനായിട്ട് പറയുകയാണ്, നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി പറയുകയാണ്, ഇവിടെ കൂടി നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പറയുകയാണ്. സ്ത്രീപക്ഷമായിക്കോട്ടെ, പക്ഷെ പുരുഷനെ വേട്ടയാടുന്നതാകരുതെന്ന് മാത്രം. സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്നോടിപ്പോ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ, ഇപ്പം ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് മറുപടി വന്ന് ഇന്നത്തെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് വന്ന മറുപടി എന്താണെന്നറിയോ? ചേച്ചി ഞങ്ങൾ കൂടെ നിൽക്കും. കാരണം ഈ പറയുന്ന എല്ലാ ഭർത്താക്കന്മാരുടെയും ഭാര്യ അമ്മസ്ത്രീയല്ലേ മോള്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് ഒരു സ്ത്രീകൾക്കെതിരുള്ള പോരാട്ടം അങ്ങനെയൊന്നുമല്ല. പുരുഷന്മാർക്ക് ഉള്ളതെല്ലാം ഈ പറയുന്ന പോലെ രണ്ട് ശക്തികൾ തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വരുന്ന ഈ പുരുഷന്മാരെ വരുന്ന ഈ എന്ന് പറഞ്ഞിട്ട് വളരെ ശക്തമായി, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇത് ഓരോരുത്തർക്ക് വേണ്ടി തന്നെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്നത്. നമുക്ക് പറയാനൊരു ദേശം എടുത്ത് തന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്യണം. ഞാൻ മാഡത്തെ, പ്രിയങ്ക മാഡത്തെ കുറിച്ച് എല്ലാരെ കുറിച്ച് ഒരു കാര്യം കൂടി. എന്താണ് സ്ത്രീകളുടെ റോളിൽ ഞങ്ങൾ നാളെ റിക്വസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ജയചന്ദ്രൻ, ഇപ്പൊ സുപ്രീം കോടതിയിൽ അനുകൂലമായ വിധി കിട്ടിയിരുന്നു. യഥാർത്ഥത്തിൽ ജയേന്ദ്രൻജിക്ക് വേണ്ടി പോരാടിയത് മുഴുവൻ ഭാര്യയാണ്. പുള്ളി 7 മാസമായിട്ട് ജാമ്യത്തിന് ശ്രമിക്കുകയാണ്. 7 മാസമായിട്ട് അദ്ദേഹം ഒളിവിലാണ്. തുറന്നു പറയുന്നത് എനിക്ക് മടിയൊന്നുമില്ല. എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടാൻ നോക്കുകയാണ്. പല കോടതികളിലായി പോയി, അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടി. ഈ കാലം അത്രയും ആ പുരുഷന് വേണ്ടി, അദ്ദേഹത്തിന് വീട്ടുകാരുമില്ല, ഫാമിലി ഇല്ല, അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയതാണ്. ആ ഭാര്യ സെറീന എന്ന് പറയുന്ന സ്ത്രീയാണ് നിന്ന് പോരാടിയത്. ആ സെറീന എന്ന് പറയുന്ന സ്ത്രീ ബുദ്ധിമുട്ടി അവർക്കുള്ള സാധനങ്ങളെല്ലാം പണയം വെച്ച്, ആഭരണങ്ങൾ പണയം വെച്ച് തന്റെ ഹസ്ബൻഡിനെ ഇന്നലെ, ഒരുപാട് ദൂരമൊന്നുമല്ല, ഇന്നലെ അത് അദ്ദേഹം അവർക്ക് സുപ്രീം കോടതിയിൽ അനുകൂല വിധി കിട്ടി. പോലീസിനെ കാണുന്നുണ്ട്. നാളെ നമ്മുടെ പരിപാടിക്ക് അവരോട് ഗസ്റ്റായി വരാൻ പോലീസോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വിജയിക്കണമെങ്കിൽ ഞങ്ങളുടെ അമ്മമാരുടെ, സഹോദരിമാരുടെ, ഭാര്യയുടെ അല്ലെങ്കിൽ മകളുടെ, നമ്മുടെ സ്ത്രീ സുഹൃത്തുക്കളുടെ പിന്തുണ വേണം. അങ്ങനെ ഏതെങ്കിലും സ്ത്രീകളോട്, എന്താ പറയുന്നത്, ഈ ഫെമിനിസ്റ്റുകളോടാണെങ്കിൽ പോലും അവരോട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടുകളയണം. ഏതെങ്കിലും രീതിയിൽ വാക്കുകൾ കൂടുതൽ പറഞ്ഞിട്ട് വിട്ടുകളയണം. ഈ വിഷയത്തിൽ സഹായിക്കണം, സഹകരിക്കണം. വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ ഒക്കെ സഹകരിക്കണം. കാര്യം ഇത് നമുക്ക് വന്നാലേ നമുക്ക് ഒന്നുണ്ടാവും. ഒരുപാട് തിരിപ്പിക്കാതെ പെട്ടെന്ന് നമ്മൾ ഈ കൂടിയതിന്റെ കാര്യം AKMA ഓൾ കേരള എത്രയോ കാലങ്ങളായിട്ട് ഇവർ ഫൈറ്റ് ചെയ്യുന്നതാണ്. ഞാനിനി ഒരു സ്വയം വിമർശനം കൂടെ പറഞ്ഞെടുക്കാം. ഞാൻ ഇന്നലെ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ പ്രസ് മീറ്റ് ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ അജിത് കുമാർജി വളരെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പലപ്പോഴും ഇവരുടെ പരിപാടിക്ക് പോയി വലിയ രീതിയിൽ പ്രസംഗിക്കും. ആർട്ടിക്കിൾ 15(3) എക്സെപ്ഷൻ ഇല്ല, പുരുഷ കമ്മീഷൻ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ എനിക്കും ജനാധിപത്യത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങാൻ തോന്നുന്നത്, എനിക്ക് എന്റെ മകന്റെ ബർത്ത്ഡേയിൽ ഹണി റോസിന്റെ പരാതി വന്നു. എന്റെ മകന്റെ ഫ്രണ്ടിൽ വെച്ച് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ എനിക്ക് പേടി വന്നു. അവന്റെ 8 സുഹൃത്തുക്കൾ കഴിഞ്ഞ ജനുവരി 11, ഒരുപാട് കാലമൊന്നുമില്ല, കഴിഞ്ഞ ആഴ്ചയുടെ കാര്യമാണ്. ജനുവരി 11 എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു, 8ാമത്തെ ബർത്ത്ഡേ. അവന്റെ സ്കൂളിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാം കൂടെ പോകും. അവരുടെ ഫ്രണ്ടിൽ വെച്ച് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ ഒരുപക്ഷെ അവന് പിന്നെ ആ സുഹൃത്തുക്കൾ ഇല്ലാതാവും എന്നുള്ള പേടി. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഹൈക്കോടതിയിൽ അപ്രോച്ച് ചെയ്തത്. ഞാൻ അപ്പോഴാണ് വിചാരിച്ചത് എനിക്കാരും പറയാനില്ലല്ലോ. പെട്ടെന്ന് നോക്കിയപ്പോൾ യുവജന കമ്മീഷന്റെ ചെയർമാൻ പറയുന്നു, രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കുന്നു, DGPക്ക് പുള്ളി പരാതി കൊടുത്തു. പുള്ളി എന്തിനാ പരാതി കൊടുക്കുന്നത്? വനിതാ കമ്മീഷന്റെ ആള് പറയുന്നു രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണം. എന്തിന്? ഒരു ചാനൽ ചർച്ചയിൽ പോയി പറഞ്ഞത്. എന്നാൽ ഇവരാരെങ്കിലും നിങ്ങൾ ചോദിച്ചോ? കമാൽ പാഷ സാറ് ഒരു ആണിനെ കൊന്നിട്ട് അവൾ അന്തസ്സോടെ വിഷം കിടക്കി കൊടുത്താണെന്ന് പറഞ്ഞു. ഒരു മാധ്യമങ്ങൾ തെറ്റാണെന്നെങ്കിലും പറയും, ചർച്ചയൊന്നും എടുക്കണ്ട. കമാൽ പാഷ സാർ പറഞ്ഞത് ശരിയായില്ല. അപ്പോൾ ഒരു ആണിനെ വിഷം കൊടുക്കി കൊല്ലുകയാണ്. എന്നിട്ട് ഒരു ജസ്റ്റിസ് ആണ്, ഹൈക്കോടതി ജഡ്ജി പറയുകയാണ് അന്തസ്സോടെ വിഷം കലക്കി കൊടുത്തു. കമാൽ പാഷ സാറ് പറഞ്ഞത് തെറ്റാണ് സാറേ എന്ന് പറയാൻ ഇവിടെ ആർക്കും ഇതില്ല. പക്ഷേ രാഹുൽ ഈശ്വർ ഹണി റോസിനെ വിമർശിച്ചതിന് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഹൈക്കോടതി വിധി എന്താ? ഹൈക്കോടതി വിധിയിൽ എന്നോട് പറഞ്ഞിരിക്കുന്നത്, യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ. നിങ്ങളടക്കം പലരും ആണുങ്ങൾക്ക് വേണ്ടി പോരാടുന്നുണ്ട്, എന്നാൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പോരാടണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. എല്ലാവർക്കുമായി പോരാടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടി, നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടി പോരാടുന്നത്. നാളെ ഒരു കള്ളക്കേസ് വന്നാൽ നമ്മുടെ ജീവിതം തീർന്നു. നിങ്ങളെ ഞാൻ ആരെ ഇതായിട്ട് പറയല്ല, നിങ്ങൾ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ പിന്തുണയ്ക്കില്ല. ഇവിടെ ഇരിക്കുന്ന പോലീസുകാരുണ്ടല്ലോ, ആ പോലീസുകാർക്കെതിരെ കള്ളക്കേസ് വന്നാൽ കൂടിയിരിക്കുന്നവർ എന്ത് പറയുന്നറിയോ? നീ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തോളാം. കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യാൻ എത്ര ലക്ഷം രൂപയാണ് ചെലവ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി പുരുഷന്മാർ വലിയാതാവാൻ പാടില്ല. കാരണം ഒരുപാട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരു പെണ്ണ് സംസാരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് തെളിയിച്ചു വരുന്ന അത്രയും കാലയളവ് നിങ്ങളുടെ മനസ്സിലൊന്നും വെച്ചിട്ടുണ്ടാവും. നിങ്ങളെ ഇവിടെ നിൽക്കുന്ന ഭാര്യ എത്ര വെച്ചിരിക്കുന്നത്. അത് ഇനി മുതൽ ഒരു പുരുഷന്മാരും വലിയാടാവാതിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് പരിഹാരം അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ശക്തമായിട്ട് നിങ്ങൾക്ക് വരണം. ഞാൻ സ്ത്രീയാണ്, ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ ബുദ്ധിമുട്ട് നല്ലപോലെ അറിയാം, നല്ലപോലെ നിങ്ങളുടെ വിഷമം
ഇതിന് പകരം എന്ത് പ്രശ്നം വന്നാലും അത് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഒരു ഒരു കുഴപ്പമില്ല. നല്ല കൈ ആ രീതിയിലുള്ള സ്ത്രീയാണ് ഒരു കാര്യമാണ് പറഞ്ഞത്. സ്ത്രീകളോടാണ് പ്രിയങ്കോടെടുത്ത് കണ്ടുപഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയങ്കോടെടുത്ത് കണ്ടുപഠിക്കുക. ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാരെ തേജോധം ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ മടിക്കുന്നുണ്ട്. ഇതാ ഇനി അങ്ങോട്ട് വളർച്ച എത്രയോ ഉയരങ്ങളിലോട്ടായിരിക്കും. 20 വർഷം ഒരു കേസ് നടത്തിയ ആളാണ് ഞാൻ. എന്നെ ആര് സഹായിക്കാൻ കഴിയും? ഏത് സ്ത്രീ വന്നതിനോട് ചോദിക്കാൻ എന്തെങ്കിലും എനിക്ക് ആരെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ഒരാൾ ചെയ്തു തന്നിട്ടില്ല. അപ്പൊ നമ്മുടെ കാര്യം അതല്ലാതെ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വന്നിട്ട് ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിക്കോ ഫൈറ്റ്. കാരണം ഞാൻ പറഞ്ഞു ഒത്തിരി ലേറ്റ് ആയി പോയി. ഇത് നേരത്തെ ആയിട്ടെങ്കിൽ 10 ദിവസം നിങ്ങൾ ഉണ്ടാവുകയാണ്. ഞാൻ പറയുന്നത് ഇപ്പോഴും വൈകിട്ടില്ല. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഏത് സമയത്ത് എന്ത് സഹായവും എവിടെ വേണോ ഞാൻ എന്തായാലും ഇനി തീർക്കും എല്ലാ മാധ്യമങ്ങളോടും ഒരു റിക്വസ്റ്റ് മാത്രം. നിങ്ങളുടെ ചാനലിൽ ഒരു പോൾ ഇടണം. നിങ്ങളുടെ സ്വന്തം ചാനലിൽ അത് ചെയ്യാമല്ലോ. ഞങ്ങളെ ഇപ്പം പിന്തുണയ്ക്കുന്നതിന് ചില ആൾക്കാർ പറയും ഇവർ കുറച്ച് പിന്തിരിപ്പന്മാരാണ്, ഞങ്ങൾ പുരോഗമനവാദികളെന്ന് ആയിക്കോ. നിങ്ങൾ ലിബറലും പുരോഗമനവാദി ആയിക്കോ, ഞങ്ങൾ പിന്തിരിപ്പന്മാരാകാം. നിങ്ങളുടെ ചാനലിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാധ്യമങ്ങളിലോ ഒരു പോൾ പുരുഷ കമ്മീഷൻ വേണോ വേണ്ടോ? 85-90% ആൾക്കാർ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നതേ തത്വം കണ്ടിട്ടല്ല, ആദർശം കണ്ടിട്ടല്ല, ലിവ്ഡ് എക്സ്പീരിയൻസ്, അവരുടെ ജീവിതത്തിലെ വേദനകൾ കണ്ടിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആൾക്കാർ ആത്മഹത്യ ചെയ്യാണ്. അതായത് പുരുഷന്മാർ ഇവിടെ സഹിക്കാൻ വയ്യാതെ ഈ നിയമങ്ങൾ തെറ്റായി ഉപയോഗിക്കുന്നത് കാരണം പുരുഷന്മാർ ആത്മഹത്യ ചെയ്യാണ്. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കൂ. നിങ്ങൾ മീഡിയക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലാ മീഡിയയും ഒരു പോൾ എടുക്കുക. ഏതെങ്കിലും ഒരു പോളിൽ 85-90% താഴെ നിങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ നിങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാണ്. ആ രീതിയിൽ എല്ലാ AKMയ്ക്കും കേരളത്തിൽ അങ്ങോളം ഇന്ത്യയിൽ അങ്ങോളമുള്ള ഈ പോരാട്ടങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം. അജിത് കുമാർജി, രാഹുൽ ഗോവേശ്വരൻ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ഇവിടെ വന്ന ആൾക്കാര് സർവോപരി ഞങ്ങളെ എല്ലാവരും ഈ ഒരു വരി കൂടെ എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ പറയാം. ശബരിമല പ്രക്ഷോഭത്തിന് നമ്മളെ മുമ്പിൽ നിന്ന് വെച്ച സ്ത്രീകളാണ്, നമ്മുടെ ആദിവാസി സമൂഹത്തിൽ നടക്കുന്ന അമ്മമാരാണ്. സുപ്രീം കോടതിയിൽ അനുകൂലമായി വന്നത് ഒരു സ്ത്രീയാണ്, അതായത് നമ്മുടെ ഇന്ദിരാ മാഡമാണ്. സുപ്രീം കോടതിയിൽ ഒരു വനിതാ ജഡ്ജിയാണ് വന്നത്. വനിതകളുടെ അനുഗ്രഹവും ആശീർവാദവും സഹകരണവും വേണം. സ്ത്രീ വിരുദ്ധമല്ല, സ്ത്രീകൾ കൂടി ഞങ്ങളെ പിന്തുണയ്ക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ഈ രക്തസാക്ഷി ദിനത്തിൽ നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. राहुल जी की जय, राहुल जी की जय, राहुल जी की जय, महात्मा गांधी जी की जय, प्रियंका जी की जय, प्रियंका जी की जय, प्रियंका जी की जय, अजित जी की जय, अजित जी की जय. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.